ഓക്കെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വരുന്നത് നല്ല ആരോഗ്യം, നല്ല ഭക്ഷണം, അതാണ് എൻ്റെ ടോപ്പിക്. കാരണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നത് ഒരു രോഗങ്ങളുടെ ഒരവസ്ഥയിൽ കൂടെയാണ്, അല്ലേ? അസുഖങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണത്. അപ്പം നമ്മൾക്കത് എങ്ങനെ നമ്മൾക്കത് കുറയ്ക്കാനായിട്ട് സാധിക്കും? ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ എല്ലാം എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ബോട്ടിലിരിക്കുന്നത് സപ്ലിമെൻ്റാണ് കേട്ടോ. സപ്ലിമെൻറ്റിൻ്റെ ഒരു ബോട്ടിലാണ് അതിരിക്കുന്നത്. ഡീടോക്സ് ആണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ടോക്സിനെ നീക്കം ചെയ്യാനായിട്ട് ഏതൊരു വ്യക്തിയും ഉപയോഗിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഡീടോക്സ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മളുടെ ചിന്തകൾ എല്ലാം നമ്മളെ ഒരു അസുഖം ഉള്ള ഒരാളാക്കി മാറ്റാനുള്ളതാണ് നമ്മളുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നത് മുഴുവനും, നമ്മുടെ മനസ്സിലേക്കായാലും ശരീരത്തിലേക്കായാലും. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക, നല്ലത് ചിന്തിക്കുക, കുറേയൊക്കെ നമ്മളുടെ ആ ഒരു ജീവിത രീതി ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരാളായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഡീടോക്സ് നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ടോക്സിനെ നീക്കം ചെയ്യാനായിട്ട് ഓരോ മനുഷ്യനും അത്യാവശ്യമായിട്ട് 2-3 മാസത്തിലൊരിക്കൽ ഒരു ബോട്ടിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ചേരുവകളെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വേപ്പാണ്. വേപ്പ്, ത്രിഫല, രോഹിതക, കുക്കി, ബബ്ജി, ഭൃംഗരാജ, വരുൺ, കൽമേഘം, ഇങ്ങനെ ഒരു 8 ഇൻഗ്രീഡിയൻസ് ചേർന്നതാണ് ഈ ഒരു ഡീടോക്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ആയുർവേദം ഒക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. വേപ്പ് ശരീരത്തിലെ അവയവങ്ങളിലേക്ക് ശുദ്ധരക്തം പ്രവഹിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് നിലനിർത്താനായിട്ടും സഹായിക്കുന്നു. ഫംഗസ്, ബാക്ടീരിയ, വൈറസ് എന്നിവയെ പ്രതിരോധിക്കാനും ടോക്സിനെ നീക്കം ചെയ്യാനും വേപ്പ് ഉത്തമമാണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? പക്ഷെ നമ്മൾക്കത് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഉൽപ്പന്നമാണ് വേപ്പ്. പിന്നെയുള്ളത് ത്രിഫലയാണ്. ത്രിഫല എന്ന് വെച്ചാൽ അറിയാമല്ലോ, 3 പഴങ്ങൾ ചേർന്നതാണ് ത്രിഫല. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, അമലക്കി, വിബ്ക്കി, ഹരിതക്കി കേട്ടോ. ഇങ്ങനെയുള്ള ഒരു 3 ഫലങ്ങളുടെ എക്സ്ട്രാക്റ്റാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ഓക്കെ. പിന്നെയുള്ളത് കൽമേഘം. അതും ഇതേപോലെ തന്നെ വേപ്പിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ അതേ ഗുണങ്ങൾ ഈ കൽമേഘത്തിനുണ്ട്. ഈ പറയുന്ന ഘടകങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ നമ്മളുടെ ഓരോ അവയവങ്ങളെയും ശുദ്ധീകരിച്ച് രക്തത്തിൻ്റെ ആ ഒരു പമ്പിങ് അത് കൃത്യമായി നടത്തുന്ന ഓരോ ഘടകങ്ങളാണ് എല്ലാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷം ചെയ്യുന്നില്ല ശരീരത്തിന്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ അല്ലെങ്കിൽ വലിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് എല്ലാവരും ഇതൊന്ന് കൃത്യമായി കേട്ട് മനസ്സിലാക്കി നമ്മൾ എന്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്
ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കൂടുതലാവുമ്പോഴാണ് അല്ലേ പുറത്തേക്ക് അത് ഷുഗറായിട്ട് വന്നിട്ട് നമ്മളൊരു ഷുഗർ പേഷ്യൻ്റായി മാറുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. നമ്മളുടെ ഒരു ജീവിത രീതി, നമ്മളുടെ ഇപ്പോഴത്തെ ചിന്തകളെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ആളായിട്ടൊന്ന് ഇരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് അതേപോലെ ഇതുപോലെ നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമ്മളുടെ കമ്പനി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വെൽനെസ്സും ഇൽനെസ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മിക്കവാറും ആളുകൾ, ഒരു 80% ആളുകളും ഇൽനെസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പെട്ടെന്ന് അസുഖം മാറും അല്ലേ. അസുഖം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള ടാബ്ലറ്റുകൾ തരും, അല്ലെങ്കിൽ ടോണിക്കുകൾ തരും. അത് നമ്മൾ കഴിച്ച് പിന്നെ നമ്മൾ വേറെ ഒരു അസുഖവും കൂടി നമ്മൾക്ക് വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനോട് എതിർപ്പല്ല ഞാൻ പറയണത്. കാരണം നമ്മൾ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സപ്ലിമെൻറ്റ് നമുക്ക് ഉപയോഗിക്കുന്നത് വഴി സഹായിക്കും. അപ്പോൾ വെല്ലിൻ്റെ ഉപയോഗം കൂടുതൽ കൂട്ടിയിട്ട് ഇൽനെസ്സിൻ്റെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുള്ള ഒരാളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വെൽനെസ് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷഫലങ്ങളും നമ്മുടെ ശരീരത്തിനില്ല. അപ്പോൾ ആരോഗ്യമുള്ള ഒരു വ്യക്തി, ഇപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തി വെൽനെസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രോഗിയായി മാറാതെ ആരോഗ്യമുള്ള ഒരാളായിട്ട് മാറാൻ സാധിക്കും. അല്ല നമ്മൾ ഇൽനെസ്സിലേക്കാണ്, ഞാൻ രോഗം വന്നിട്ടേ ചികിത്സിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ പറയാനൊന്നുമില്ല. അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഉണ്ടെങ്കിൽ അത് അവരവരുടെ ഇഷ്ടമാണ് അല്ലേ. നല്ല ഇപ്പോൾ ഏതൊരു മേഖലയിലായാലും നല്ലതും ചീത്തയുണ്ട്. അപ്പോൾ നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കണോ ചീത്ത നമ്മൾ തിരഞ്ഞെടുക്കണോ എന്ന് നമ്മളാണ് തിരഞ്ഞെടുക്കുന്ന വ്യക്തി. അപ്പോൾ അത് നമുക്ക് എന്ത് വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ടോക്സിൻ നമ്മളുടെ ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്കത് പുക ടെസ്റ്റ് 6 മാസം കൂടുമ്പോൾ ഒരു പുക ടെസ്റ്റ് ചെയ്യും അല്ലേ. അതെന്തിനാന്ന് വെച്ചാൽ അറിയാലോ, ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുക ടെസ്റ്റാണ് ഇപ്പോൾ എന്താ പറയുക, നമ്മളെ പോലീസൊക്കെ വണ്ടി പിടിക്കുമ്പോൾ പുക ടെസ്റ്റ് ആണ് ഇപ്പോൾ നോക്കണമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയണത്. അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി പിടിച്ച് വയ്ക്കുന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ വെള്ളം വരുന്ന ഒരു പൈപ്പിൽ ബ്ലോക്ക് നീക്കം ചെയ്താലേ ആ വെള്ളം പിന്നീട് ഇങ്ങോട്ട് പമ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതേപോലെ അതിൽ ചെറിയ ഓരോ പൊട്ട് കല്ലുകളും മണ്ണും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് അത് ആദ്യം കുറച്ച് വെള്ളം വരും, പിന്നെ തീരെ വരാതെയാവും അല്ലേ. അപ്പം നമ്മളുടെ ശരീരത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഈ കഴിക്കുന്ന വസ്തുക്കളും ശ്വസിക്കുന്ന വായുവും ഒക്കെ നല്ലതല്ലാത്തതുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ ഈ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ഓരോരോ അസുഖങ്ങളായിട്ട് ചിലപ്പോൾ പെട്ടെന്നായിട്ട് പ്രകടമാകും, അല്ലെങ്കിൽ പതുക്കെ നമ്മളൊരു രോഗിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരാളായിട്ട് ജീവിക്കാൻ സാധിക്കും. നമ്മൾക്കും നമ്മളുടെ കുടുംബത്തിനും നമുക്കറിയുന്നവർക്ക് മുഴുവനും നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഏറ്റവും ബെസ്റ്റാണ് വെൽനെസ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വെൽനെസ് സ്വീകരിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അതൊരു ശീലമാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ശ്രദ്ധയോടുകൂടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അല്ല, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് റിസൾട്ട് വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കാരണം പെട്ടെന്ന് ചെയ്യാനും ഞാൻ ആവശ്യപ്പെടുന്നില്ല. കാരണം ഇതൊരു പരസ്യമല്ല, ഇത് തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഇത് കഴിക്കും. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവനും സുഖമായിട്ട് നടക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ശരീരം റിലാക്സ് ആവുന്നതും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ദഹന പ്രക്രിയ നടക്കുന്നതും എല്ലാം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളുടെ ഓരോ ഉൽപ്പന്നങ്ങളുമായിട്ട് ഞാൻ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. കാണുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യം, ഒന്നുകൂടി നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ഞാൻ വീണ്ടും വരും. ഓക്കെ.